അതിന്റെ അതിപരിശുദ്ധമായ നാമം ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവദിന ചിന്തയ്ക്കായി ഒരു ദൈവദിന ഭാഗം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64-ാം അധ്യായം 4-ാം വാക്യം. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അനവധി അന്ധവിശ്വാസങ്ങളും വിവിധ തലത്തിലുള്ള വിശ്വാസങ്ങളും അനാചാരങ്ങളും അനവധി കെട്ടുകഥകളും ഒക്കെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിക്കുന്നത്. ലോകത്തിൽ മുഴുവൻ നമ്മുടെ 7 ഭൂഖണ്ഡങ്ങളിലും അങ്ങനെയാണ്. 800 കോടിയിലധികം ജനം വസിക്കുന്ന ഈ ലോകരാജ്യങ്ങളിൽ അനവധി കേൾവികളാണ് ദൈവത്തെക്കുറിച്ച് പലരും കേൾക്കുന്നത്. ഓരോരുത്തരും അതനുസരിച്ച് വിശ്വസിക്കുന്നു. ആ ഒരു യാഥാർത്ഥ്യത്തിൽ കൂടെ പലരും പോകുന്നു. പക്ഷെ സത്യം എന്താണെന്ന് ആരും മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അനവധി കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ദൈവത്തെക്കുറിച്ച് പല വ്യാഖ്യാനങ്ങളും പല ചിന്തകളും മനുഷ്യൻ തങ്ങൾക്ക് തോന്നിയതുപോലെ പ്രചരിപ്പിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ആത്മാവിൽ എഴുതി തന്ന വചനം എന്ന് പറയുന്നതാണ് നമ്മൾ വായിച്ചത്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടുകൊണ്ട് കണ്ടിട്ടുമില്ല. ഈ യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുവാൻ കാലാകാലങ്ങളായി പലരും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ആർക്കും അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സകല ജനത്തിനും വേണ്ടി സർവ്വലോകത്തിലും പ്രവർത്തിക്കുന്ന ഒരേ ഒരു ദൈവം എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നാം ചിന്തിക്കുമ്പോൾ യഹോവയായ ദൈവമാണ്. രക്തം ചെയ്യും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സർവ്വലോകത്തിലും സകല ജനത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ഹല്ലേലൂയ. അപ്പൊ യഹോവയായ ദൈവം എന്ന് പറഞ്ഞാലും കർത്താവായ യേശുക്രിസ്തു എന്ന് പറഞ്ഞാലും സർവശക്തനായ ദൈവം ഒരുവൻ മാത്രം. ഹല്ലേലൂയ. ആ കർത്താവിനെ നമുക്ക് അനുഗ്രഹിപ്പാൻ ലഭിച്ച സമയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും മാധുര്യമേറിയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. ഈ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അവന്റെ മാധുര്യമേറിയ ശബ്ദങ്ങൾ കേൾക്കുവാൻ ആരെല്ലാം തയ്യാറാകുന്നോ അവരുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് തുടങ്ങും. രക്തം ചെയ്യും. കർത്താവായ യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുമ്പോൾ അളവില്ലാത്ത ദൈവസാന്നിധ്യം കൊണ്ട് ഹല്ലേലൂയ ദൈവം അവരുടെ ഹൃദയത്തെ മനോഹരമായി നിറയ്ക്കും. ഹല്ലേലൂയ. തകർന്നും നുറങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുവാൻ ഭൂമിയിൽ ആർക്കും കഴിയാതിരിക്കുമ്പോൾ മനുഷ്യൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും നഷ്ടങ്ങളും വേദനകളും ദുഃഖങ്ങളുടെ നടുവില് തകർന്നിരിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാധുര്യമേറിയ ശബ്ദം ഹല്ലേലൂയ തകർന്നവരുടെ ഹൃദയത്തിനകത്ത് ആശ്വാസം പകരുന്നു. രക്തം ചെയ്യാം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നീ തളർന്നു പോകരുത്. നിന്റെ ജീവിതത്തിൽ നിന്റെ ഹൃദയത്തെ തകർക്കുന്ന അനവധി വിഷയങ്ങൾ നിന്നെ അലട്ടുന്നുണ്ട്. ഹല്ലേലൂയ. നീ പലതിനെക്കുറിച്ചും വിചാരപ്പെട്ടും മനം കലങ്ങിയും ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നൊക്കെ ഓർത്ത് ഹല്ലേലൂയ ഭാരപ്പെടുന്ന അനുഭവമായിരിക്കും. അവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഈ കർത്താവിന്റെ പാദപീഠത്തിൽ നീ ഇതിരുന്ന് ആ മാധുര്യമേറിയ ശബ്ദം കേൾക്കുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ നിന്റെ ഹൃദയത്തിന്റെ സകല വേദനകളെയും തമ്പുരാൻ മാറ്റിത്തരും. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ മാധുര്യമേറിയ ശബ്ദം കൊണ്ട് നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കുന്നു. അപ്പൊ കാൽവരി സ്നേഹം ഒരു നദി പോലെ നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ കാൽവറിയിലേക്ക് തന്നെ നോക്കണം. ഹല്ലേലൂയ. തന്റെ ശിരസിൽ മുൾക്കീരീടം അടിച്ച് തന്റെ കൈകാലുകളിൽ കാരീരും പാണികളാൽ തറച്ച് തന്റെ ശരീരം ഉഴവുചാല പോലെ കീറി അവസാനം ഹല്ലേലൂയ കുന്തം കൊണ്ട് അവന്റെ വിലാപ്പുറം കുത്തി തുറന്നപ്പോഴും അവൻ തന്നിൽ വിശ്വസിക്കുന്ന ജനത്തോട് കാണിച്ച സ്നേഹ മാധുര്യത്തെ നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാവി പിതാവേ, കാൽവരി സ്നേഹം നിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങട്ടെ.
രക്തം ചെയ്യും. ഹല്ലേലൂയ. അങ്ങനെ കാൽവരി സ്നേഹം നിങ്ങളുടെ ആത്മാവിലേക്ക് ഒഴുകി ഇറങ്ങുമ്പോൾ, അതിനുവേണ്ടി നിങ്ങൾ അവന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ കാത്തിരിക്കുന്ന സമയം നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും കൊണ്ട് നിറയ്ക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, കലങ്ങിയ മനസ്സുമായി മുന്നോട്ട് പോകുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന മാതാവി, പിതാവി, ആമീൻ. കർത്താവ് നിനക്ക് നൽകുന്ന രക്ഷയുടെ സന്തോഷത്തിന്റെ സമയമാണ്, ആത്മാവിൽ നിറയപ്പെടാനുള്ള സമയമാണ് അവന്റെ പാദപീഠത്തിൽ ഇരിക്കുക എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെല്ലാം ഓരോ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നവരാ. ഈ ലോകത്തിൽ സകലർക്കും പ്രശ്നങ്ങളുണ്ട്. ഒരുപക്ഷെ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിലുള്ള ജനത്തെ തരംതിരിച്ച് ശൈശവത്തിലും ബാല്യത്തിലും കൗമാരത്തിലും യൗവനത്തിലും വാർദ്ധക്യത്തിലും അയക്കുന്ന അനവധി ആളുകളുണ്ട്. എന്നാൽ അതിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്, ഈ ശൈശവും ബാല്യവും ഒന്ന് മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, കൗമാരവും അതുപോലെ തന്നെ ഈ യൗവനവും വാർദ്ധക്യം കൂടെ പരിശോധിച്ച് നോക്കിയാൽ, കൗമാരക്കാരുടെ ഇടയിൽ തൊട്ട് വലിയ പ്രശ്നങ്ങൾ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. അനവധി കൗമാരക്കാരെ ഈ ലോകത്തിൽ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു, യൗവനക്കാരെ തളർത്തിക്കൊണ്ടിരിക്കുന്നു, വാർദ്ധക്യത്തിലായിരിക്കും നിരാശയിലേക്ക് കൊണ്ടുപോകുന്നു. വിവിധ വിഷയങ്ങൾ അവരുടെ ഹൃദയത്തിൽ കൊടുത്ത് അവരുടെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കണം, ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നിറയപ്പെട്ടവരാ മനുഷ്യൻ. ഞാനും നിങ്ങളുമൊക്കെ ഓരോ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുന്നവരാ. അങ്ങനെ ഓരോ പ്രശ്നത്തിന്റെ നടുവിൽ നിൽക്കുമ്പോൾ, സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഹൃദയം വരണ്ടു പോകുമ്പോൾ, ഈ ഹൃദയം വരണ്ടു പോകുന്നൊക്കെ പറഞ്ഞ എന്താ, നമുക്കറിയാം, വേനൽക്കാലമായി കഴിയുമ്പോൾ അത്യുഷ്ണത്താൽ നമ്മുടെ നാവ് വരളുന്ന പോലെ, അപ്പം നമുക്കെന്താ, അല്പം വെള്ളമെങ്കിലും കിട്ടിയാൽ തൊണ്ടയ്ക്ക് ഒരു ആശ്വാസം, നാവിനൊരു തണുപ്പായിരുന്നേ എന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ, ആമേൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയം വരണ്ടു പോകുന്ന അനുഭവമുണ്ട് വിവിധ പ്രശ്നങ്ങളാൽ. അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ യേശുവിന്റെ പാദപീഠത്തിലിരുന്നാൽ, ആ കാൽവരി സ്നേഹം നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങി വരുമ്പോൾ, നിങ്ങളുടെ വരണ്ട ഹൃദയത്തിനകത്ത് ആശ്വാസത്തെ പകരുവാൻ യേശുവിന് കഴിയും. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഏത് പ്രശ്നത്തെ പരിഹാരമുണ്ട്. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ എല്ലാം ഒന്നും നിങ്ങൾ ആരോടും പറയത്തില്ല. നിങ്ങൾ തന്നെ സ്വയം ഉള്ളിൽ ഒതുക്കി പോകുന്ന അനവധി വിഷയങ്ങളുണ്ട്. ഞാൻ പലരോടും സംസാരിക്കും, പലരും പറയാറുണ്ട്, എന്റെ പാസ്റ്റർ എല്ലാ വിഷയങ്ങളൊന്നും ആരോടും പറയാൻ പറ്റത്തില്ല. ചില വിഷയങ്ങളെയൊക്കെ സ്വയം മനസ്സിൽ ഒതുക്കി നൊന്ത് വേദനയോടെ നീറ്റലോടെ നടക്കുന്നത്. അങ്ങനെയുള്ള അനവധി സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ഒരുപാട് മാതാപിതാക്കളുണ്ട്. അല്ലെങ്കിൽ അപ്പൊ എല്ലാവരുടെ ഹൃദയത്തിനകത്ത് നൊമ്പരങ്ങളാണ്. ഇങ്ങനെ ഇസ്രായേൽ കടന്നുപോയൊരു സാഹചര്യമുണ്ട്. അങ്ങനെ ഇസ്രായേൽ കടന്നുപോയ സാഹചര്യങ്ങളിൽ അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടി പ്രവാചകന്റെ ആത്മാവിൽ നിറയപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് വായിച്ച യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 64 അധ്യായം അതിന്റെ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ യഹോവയുടെ ശക്തി കാണുവാനുള്ള ഒരു പ്രാർത്ഥനയാണ്. ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് എന്റെ ചരിത്രഭാഗം നമ്മൾ വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഹല്ലേലൂയ സ്തോത്രം, പ്രവാചകൻ ഇസ്രായേലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഈ അധ്യായത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ സ്മരിച്ചുകൊണ്ട് ഇസ്രായേലിന് വേണ്ടിയുള്ള പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ഇവിടെ മുഴങ്ങുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇസ്രായേൽ ദൈവത്തിന്റെ ജനമായിരുന്നതിനാൽ ദൈവം അവരെ മിസ്രൈമിൽ നിന്ന് വിടിപ്പിച്ച് നിലനിർത്തിയതുപോലെ, ഹല്ലേലൂയ, മിസ്രൈമിൽ വിടിച്ച് നിലനിർത്തിയതുപോലെ, അല്ലെങ്കിൽ ഇപ്പോൾ ബാബേലിൽ നിന്നും അതുപോലെ വിടിപ്പിക്കുകയില്ലയോ എന്ന് അവർ കേഴുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ പ്രകൃത്യാതീതമായ പ്രവർത്തനങ്ങളാൽ ദൈവം തന്റെ ജനത്തെ വിടുവിച്ചതുപോലെ ഇപ്പോൾ വീണ്ടും പ്രവർത്തിച്ചു കാണുവാൻ പ്രവാചകൻ ആത്മാവിൽ ദാഹിച്ച് പ്രാർത്ഥിക്കുന്ന, ആത്മാവിൽ കാംക്ഷിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾ വായിച്ചത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഹല്ലേലൂയ. നമുക്കറിയാം, ഇസ്രായേൽ ജനം കഴിഞ്ഞ 430 വർഷം മിസ്രൈമിന്റെ അടിമത്തത്തിൽ കിടന്നപ്പോൾ, ഹല്ലേലൂയ, അവരുടെ ഹൃദയം മുഴുവൻ വരണ്ട ഹൃദയം പോലെയായി. വളരെ കഷ്ടതകളും പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും കൂടെയുള്ള ഉറ്റവരും ഉടയരും ഒക്കെ ഫറവോനി ശക്തികളാൽ മരണപ്പെടുമ്പോഴും, ഹല്ലേലൂയ, ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി, ഹല്ലേലൂയ, അന്ന് അവരെ അവിടുന്ന് വിടുവിച്ചൊരു ദൈവമുണ്ട്.
Praise the Lord. പിന്നത്തേതിൽ പാപമുഖാന്തരം വിസർജനം മുഴുവൻ എന്ത് ചെയ്തു? പ്രവാസത്തിലേക്ക് കടന്നു പോകേണ്ടി വന്നു, ബാബേലിലേക്കും. അങ്ങനെ ബാബേലിലേക്കും കടന്നുപോയ ജനത്തെ അവിടെ നിന്നും വിടിവിച്ചു കൊണ്ടുവന്നൊരു ദൈവമുണ്ട്. അല്ലൊരു ആ ദൈവം ഇന്നും പ്രവർത്തിക്കുകയില്ലയോ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ബാബേലിൽ ഞങ്ങളെ വിടിവിക്കുകയില്ലയോ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് പ്രവാചകൻ ഇവിടെ ചെയ്യുന്നത്. അത് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, നീ കടന്നു പോകുന്ന ഏത് അടിമത്തമായിരുന്നാലും, നീ ഏതുവിധ പ്രവാസത്തിലായിരുന്നാലും, അല്ലേലൂയ, നിന്നെ അതിൽ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം സകലത്തിനും മതിയാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, കാരാഗ്രഹമാണോ നിന്റെ ജീവിതം? അല്ലേലൂയ, പ്രതിസന്ധികൾ കൊണ്ട് നിറയപ്പെട്ടതാണോ? ദാരിദ്ര്യം കൊണ്ട് നിറയപ്പെട്ടതാണോ? നിന്ദകൾ കൊണ്ട് നിറയപ്പെട്ടതാണോ? അപമാന ഭാരത്താൽ നീ കലങ്ങുന്ന വ്യക്തിയാണോ? സാമ്പത്തികമായ ഞെരുക്കങ്ങളാണോ? കടബാധ്യതയാണോ? രോഗമാണോ? ബാധയാണോ? ശാപമാണോ? ഏതിലാണ് നീ ഹൃദയം കലങ്ങി നൊമ്പരപ്പെടുന്നത്? അതിന്റെ നടുവിൽ നിന്നെ അതിൽ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയുമോ എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നീ കരമടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടല്ലേലുയ. അത് നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം. അതുകൊണ്ടാണ് വചനം നമ്മൾ വായിച്ചത്. അല്ലേലുയ, നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. അതേ മാതാവേ, അതേ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദര, നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങളെ നീക്കുന്നവൻ, നിന്റെ ഭാരങ്ങളെ മാറ്റുന്നവൻ, നിന്റെ ദുഃഖങ്ങളെ മാറ്റുന്നവൻ, നിന്റെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ട്. അല്ലേലൂയ, നീ കടന്നു പോകുന്ന ആകുലതകളുടെ നടുവിൽ, നീ കടന്നു പോകുന്ന നിരാശയുടെ നടുവിൽ, നീ കടന്നു പോകുന്ന ദുഃഖത്തിന്റെ നടുവിൽ നിന്നെ ആശ്വസിപ്പിക്കുവാൻ ഈ ഭൂമിയിൽ ആർക്കും കഴിയാതെ വരുമ്പോൾ ആശ്വാസത്തിന്റെ വാക്കുകളുമായി, ആശ്വാസത്തിന്റെ സന്ദേശമായി കർത്താവിന്റെ മന്ദസ്മിതമായ വാക്കുകൾ, അല്ലേലൂയ, നിന്റെ കാതുകളിൽ കേൾക്കുവാൻ നീ ദൈവസന്നിധിയില് പാദപീഠത്തെങ്കിലും താണിരിക്കണം. രക്തം ചെയ്യും. അപ്പം കർത്താവ് നിങ്ങളെ അനുഗ്രഹിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നിന്നെ ഒരിക്കലും കൈവിട്ട് കളയാത്ത ദൈവം. അല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ കർത്താവ് പറയുന്നത്, ഞാൻ നിങ്ങളെ കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. അല്ലേലൂയ. മിസ്രയീമിന്റെ അടിമത്തത്തിലായിരുന്നാലും, അവര് ഭാവിയിലെ പ്രവാസത്തിലായിരുന്നാലും അവിടെ നിന്ന് വിടിവെച്ചു കൊണ്ടുവരുവാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ നിന്നെ ഒരു കാരണവശാലും പ്രവാസത്തിലേക്ക് വിടാതെ, അടിമത്തത്തിലേക്ക് വിടാതെ, ബന്ധനത്തിലേക്ക് വിടാതെ നിന്നെ വിടിവെച്ച് കൊണ്ടുവരുവാൻ എനിക്ക് കഴിയുമെന്ന് പ്രവാചകനിലൂടെ അല്ലേലൂയ ദൈവം പ്രവർത്തിക്കും, ദൈവം സംസാരിക്കുക. അതെ, നമ്മുടെ സകല വിഷയത്തിനും പരിഹാരകൻ നമ്മുടെ കർത്താവ്. അതുകൊണ്ടാണ് സംഗീതക്കാരൻ പറഞ്ഞത്, അല്ലേലൂയ, സ്തോത്രം, യഹോവ എന്റെ ഇടയനാകുന്ന എനിക്ക് മുട്ടുണ്ടാകിയില്ലെന്ന്. അല്ലേലൂയ. അപ്പം പ്രവാചകൻ പറഞ്ഞ വാക്കുകളോട് ചേർത്ത് നമ്മൾ സങ്കീർത്തനത്തിന്റെ ചില ഭാഗങ്ങൾക്ക് ചിന്തിച്ചാൽ നമുക്ക് മുട്ടുവരാതെ, നമുക്ക് ദുഃഖങ്ങൾ വരാതെ, സങ്കടങ്ങൾ വരാതെ, നമ്മുടെ ഏത് പ്രതിസന്ധികൾ നടുവിലും നമുക്ക് ആശ്വാസം തരുവാൻ നമ്മുടെ യേശു ക്രിസ്തുവിനെ കഴിയും. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നാം ദൈവത്തിലേക്ക് മടങ്ങി വരണം. തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം യേശു കർത്താവാണ്. ദൈവത്തിന്റെ വചനമൊക്കെ വായുവും കാണുന്നുണ്ട്. വിശുദ്ധന്മാർ വാത്സല്യത്തോടെ അവന്റെ പാദത്തിൽ കാത്തിരുന്ന് വചനം കേൾക്കുന്ന ഒരു പതിവ് പണ്ട് കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, കർത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യശുശ്രൂഷ സമയങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു കടന്നയില്ലെന്ന ഗ്രാമങ്ങളിലും ഊരുകളിലും ഒക്കെ, പട്ടണങ്ങളിലും തെരുവുകളിലും കടൽപ്പുറത്തും ഒക്കെ ജനം കടന്നു വന്ന് യേശുക്രിസ്തുവിന്റെ പാദപീഠത്തിലിരുന്ന് വചനം കേൾക്കുന്ന ഒരു പതിവ് അല്ലേലൂയ അന്നത്തെ ആളുകൾക്കുണ്ടായിരുന്ന അനവധി വിശുദ്ധന്മാർക്ക് അന്നുണ്ടായിരുന്നു. അല്ലേലൂയ. അവർ വാത്സല്യത്തോടെ ദൈവസന്നിധിയിൽ ഇരുന്ന് വചനം കേൾക്കാൻ അവർ തയ്യാറാകുമായിരുന്നു. എന്ന് പറഞ്ഞാൽ, മാർത്തയുടെ സഹോദരിയായ മറിയ യേശുവിന്റെ കാൽക്കലിരുന്ന അവന്റെ വചനം ആകാംക്ഷയോടെ ശ്രവിച്ചു കൊണ്ടിരുന്നുവെന്ന് ലൂക്കോസ് സുവിശേഷം 10:39 വായിക്കാൻ കഴിയും. അല്ലേലൂയ. ആകയാൽ മറിയ അവളിൽ നിന്നും ആരും അപഹരിക്കാത്ത നല്ല അംശം തെരഞ്ഞെടുത്തുവെന്ന് ലൂക്കോസ് 19:42 വായിക്കുന്നു. അല്ലേലൂയ. അത് മറിയ അവളിൽ നിന്നും അപഹരിക്കാത്ത, ആർക്കും അപഹരിക്കാൻ കഴിയാത്ത നല്ല അംശം
തെരഞ്ഞെടുത്തതുപോലെ എന്നെ കേൾക്കുന്ന പ്രൈസോദായി നിന്നിൽ നിന്നും ആരും അപകരിച്ചെടുക്കാൻ കഴിയാത്ത നല്ല അംശമായിരിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിനെ, അവന്റെ വചനത്തെ നീ ഹൃദയത്തിൽ മറിയെ സ്വീകരിച്ചോ, വിശുദ്ധന്മാർ സ്വീകരിച്ചതുപോലെ, അപ്പോസ്തലന്മാർ സ്വീകരിച്ചതുപോലെ നീ സ്വീകരിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, നിന്റെ ജീവിതം അഭിവൃദ്ധിയിലേക്ക് ദൈവം കൊണ്ടുവരും. രക്തം ചെയ്യും. ജീവിതം എന്ന് പറഞ്ഞ നിരാശയുടെ അനുഭവത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. പലതിനെ കുറിച്ചും വിചാരപ്പെട്ട് മനം കലങ്ങി നിരാശപ്പെട്ട് കണ്ണുനീരോടെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്തയിലൂടെ പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. ഒരു രോഗം വന്നാൽ, ഒരു കഷ്ടത വന്നാൽ, ഞെരുക്കം വന്നാൽ, ദുഃഖം വന്നാൽ, നിന്ദകൾ വന്നാൽ, വിവിധ വിഷയങ്ങൾ തമ്മിൽ തളർത്തിക്കളയാൻ സാഹചര്യങ്ങളുണ്ട്. അതിന്റെ നടുവിൽ നീ കർത്താവിൽ ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമി ബാബേലി പ്രവാസത്തിൽ കിടക്കുന്ന ഇസ്രായേൽ പലപ്പോഴും നൊമ്പരപ്പെട്ടിട്ട് വേദനിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടെ ഒന്ന് വിടിവിച്ചു കൊണ്ടിരുവാൻ ഒരു ദൈവമുണ്ടെന്ന് യെശയ്യാ പ്രവാചകന്റെ പ്രാർത്ഥനയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അതെ, പ്രാർത്ഥിക്കുന്നവനെ ദൈവം കൈവിടത്തില്ല. പ്രാർത്ഥിക്കുന്നവളെ ദൈവം ഒരിക്കലും കൈവിടാതെ അവർ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളുടെ നടുവിൽ നിന്നും വിടിവിച്ചു കൊണ്ടുവരുവാൻ നമ്മുടെ ദൈവശക്തനാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നെങ്കിൽ ഒരു ആമേൻ പറഞ്ഞാട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാവേ, നിന്റെ കുടുംബത്തിന്റെ കണ്ണുനീരൊപ്പാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിന്റെ ആ ഞരക്കത്തെ മാറ്റാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. നീ എവിടെയെല്ലാം താഴ്ത്തപ്പെട്ടു അവിടെയെല്ലാം ദൈവം നിന്നെ ഉയർത്താൻ പോകുകയാ. നിന്നെ മാനിക്കാൻ പോവുകയാണ് ദൈവം. നിന്റെ താഴ്ചയിൽ നിന്നെ നീ ഉയർത്തി. നീ എവിടെ പരാജയപ്പെട്ടു, എവിടെ നിന്ദിക്കപ്പെട്ടു, എവിടെ അപമാനിക്കപ്പെട്ടു, എവിടെയെല്ലാം നിന്നെ ആളുകൾ തള്ളിക്കളഞ്ഞു, അതിന്റെ നടുവിൽ ദൈവം നിന്നെ മാനിച്ചുയർത്താൻ പോകുക. വിശ്വസിക്കുന്നെങ്കിൽ കരമടിച്ച് ദൈവത്തിൽ സ്തുതിച്ചാട്ട് രാമൻ പറഞ്ഞാട്ട് ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക. ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഈ പ്രഭാതത്തിൽ പറയുന്ന ശക്തമായ ദൂത്, ആമേൻ, ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് സമാധാനം തന്നു നിറയ്ക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിവിധ വിഷയങ്ങളെ ഓർത്ത് സമാധാനമില്ലാതെ ഭാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നത്, ആമേൻ, നീ ആ വേദനിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയത്തിന്റെ നടുവില് യേശുവിന്റെ കരം വെളിപ്പെടാൻ പോകുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട്. അതെ, ഇന്ന് പകൽ മറയെ ആമേലലിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അത് അവൾ ആരും എടുക്കത്തില്ല. അത് നല്ല അംശമായിരിക്കുന്ന യേശുവിനെ നീ തെരഞ്ഞെടുത്താൽ, നല്ല അംശമായിരിക്കുന്ന കർത്താവിന്റെ വചനം തെരഞ്ഞെടുത്ത് അവന്റെ പാദപീഠത്തിൽ നാം മാധുര്യമേറിയ ശബ്ദം കേൾക്കുവാൻ നീ തയ്യാറാകുമ്പോൾ, ഹല്ലേലൂയ, നിന്റെ ഹൃദയത്തിനകത്തെ കൈപ്പേറിയ അനുഭവങ്ങളെല്ലാം പുറത്തേക്ക് പോകും. ഹല്ലേലൂയ. നമുക്ക് ഈ ജീവിതത്തിൽ ഒരു മാധുര്യമേറിയ അനുഭവം കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അത് ദൈവവചനം കേൾക്കുമ്പോഴാ, ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോഴാ. അങ്ങനെ നമ്മൾ കർത്താവിന്റെ പാദപീഠത്തിൽ ഇരുന്ന വചനം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കയ്പുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് കയ്പെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നത് മറ്റുള്ളവരുടെ ഉള്ള പകയും വിദ്വേഷവും ഒക്കെയാണെന്നുള്ളതാണ്. അതൊരു പരിധിവരെ ശരിയാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലെ കയ്പെന്ന് പറഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, സ്വന്തം ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകൾ, നൊമ്പരങ്ങൾ, അതൊരു വലിയൊരു കയ്പാണ് നമ്മുടെ ജീവിതത്തിൽ. ഒരുപക്ഷെ നിങ്ങൾ സാമ്പത്തികമായി വളരെ തകർത്തിട്ടായിരിക്കാം, ജോലിയില്ലാതായിരിക്കാം, നിങ്ങൾ മാനസികമായി വിവിധ രോഗങ്ങൾ കടുമയായിരിക്കാം. അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിവിധ കയ്പിന്റെ അനുഭവമാണ്. അങ്ങനെ കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിന്റെ പാദപീഠത്തിൽ നീ ഇരുന്ന് നല്ല അംശം തെരഞ്ഞെടുക്കുമ്പോൾ ആ കയ്പിനെ ദൈവം മാറ്റിത്തരും, രക്തം ചെയ്യും. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി സ്തോത്രം പറഞ്ഞാട്ട്. ചില കുടുംബത്തിനകത്ത് നാളുകളായി ചില മാതാപിതാക്കളിൽ നിന്ന് കരയുന്നുണ്ട്, ചില സഹോദരിമാരിന്ന് കരയുന്നുണ്ട്, ചില സഹോദരന്മാരിന്ന് കരയുന്നുണ്ട്. നാളെ എന്ത് ചെയ്യും, എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ മക്കളെ പോറ്റും, എങ്ങനെ അവർ പഠിപ്പിക്കും, എങ്ങനെ അവരുടെ ഭാവി അവർക്ക് നൽകി കൊടുക്കും, അവർക്ക് നല്ല ജീവിതം എങ്ങനെ കൊടുക്കുമെന്നോർത്ത് ഭാരപ്പെടുന്ന ചില ജീവിതങ്ങളോട് ദൈവാത്മാവ് പറയുന്ന ശക്തമായി ദൂത്, അത് നീ ആ പാദപീഠത്തിലിരുന്ന്, യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് ആ മാധുര്യമേറിയ ശബ്ദം കേൾക്കാൻ തയ്യാറാകുന്നെങ്കിൽ ഹൃദയത്തിന്റെ കയ്പിനെ മാറ്റിത്തരാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാം, ചില മാതാപിതാക്കൾ തങ്ങളുടെ മക്കളെ വിവാഹം കഴിപ്പിച്ചയക്കാൻ ആഗ്രഹിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്.
ആമേൻ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കയ്യിൽ പൈസ ഇല്ലാതെ ഭാരപ്പെടുന്ന ഒരുപാട് പേരൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും വലിയ കയ്പുകളുമാണ്. എന്നാൽ അവർ ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവരുടെ ജീവിതത്തിൽ ദൈവത്തിനുള്ള വഴികൾ തുറന്നു കൊടുത്ത് നമ്മൾ പലരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. അതെ, ചെങ്കടല മതി ഒരു പെരുവഴി ഒരുക്കി സാഹചര്യത്തെ മറുകര കടത്തുവാൻ നമ്മുടെ കർത്താവിന് കഴിഞ്ഞെങ്കിൽ, അതെ, നീ കടന്നു പോകുന്ന ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ നിനക്ക് വേണ്ടി വഴി തുറക്കുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ട് മുതൽ ആരെയും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല എന്ന പ്രവാചകൻ പറയുന്ന വാക്കുകൾക്കകത്ത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയണം. ഹല്ലേലൂയ. ദൈവവചനത്തെ നിങ്ങൾ വിശ്വസിക്കണം. പ്രൈസലോ. ദൈവവചനത്തെ വിശ്വസിക്കുമ്പോഴാണ് ഹല്ലേലൂയ അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രയോജനം യാഥാർത്ഥ്യമാകുന്നത്, അനുഗ്രഹമായി മാറുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ അല്ലെങ്കിൽ ജോൺ വെസ്ലി എന്ന് പറയുന്ന വ്യക്തി, ജോൺ വെസ്ലിയെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ജോൺ വെസ്ലിയുടെ അമ്മയെ കുറിച്ചും കേട്ടിട്ടുണ്ട്. ഭയങ്കര പ്രാർത്ഥനാ മനുഷ്യരായിരുന്നവര്. അപ്പം ജോൺ വെസ്ലി ഒരു ദിവസം ഹല്ലേലൂയ ദിനത്തോറും 2 മണിക്കൂർ സമയം കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് മാത്രമേ അദ്ദേഹത്തിന്റെ ശുശ്രൂഷയ്ക്ക് പോകത്തുള്ളൂ. കാരണം ഓരോ ദിവസവും 2 മണിക്കൂറാണ് ജോൺ വെസ്ലി ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവ ശബ്ദം കേട്ട് മാത്രമേ അദ്ദേഹം ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയുള്ളായിരുന്നു. അത് ജോൺ വെസ്ലിയുടെ ജീവിതത്തിൽ പിന്നീട് വലിയ അനുഗ്രഹമായി മാറി. അത് ജോൺ വെസ്ലി അതുപോലെ പ്രാർത്ഥിക്കാൻ കാരണം അദ്ദേഹത്തിന്റെ മാതാവ് വളരെ ശക്തമായി പ്രാർത്ഥിക്കുന്നതായിരുന്നു. ആ ജോൺ വെസ്ലിയുടെ മാതാവിന് അനേക മക്കളുണ്ടായിരുന്നു. ഹല്ലേലൂയ. ആ മക്കൾക്ക് വേണ്ടി കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ച മാതാവിന്റെ പ്രാർത്ഥന കണ്ട ജോൺ വെസ്ലിയും തന്റെ ജീവിതത്തിലെ പ്രാർത്ഥന ഏറ്റെടുത്തു. ഹല്ലേലൂയ. പിന്നത്തെ ഇതിൽ വെസ്ലിയുടെ ജീവിതത്തിനൊക്കെ അനുഗ്രഹത്തിന്റെ വഴികൾ തുറന്നതായി അദ്ദേഹത്തിന്റെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും. അതുപോലെ തന്നെ മാർട്ടിൻ ലൂതർ ദിനംതോറും അതിരാവിലെ 2 മണി മുതൽ 3 മണി വരെ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് വഴി നടത്തലും ആലോചനയും സ്വീകരിക്കാറുണ്ടായിരുന്നു. മാർട്ടിൻ ലൂതർ അതുപോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്, അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പുസ്തകത്തിനകത്ത് വായിച്ചു, രാത്രി 2 മണിക്ക് അദ്ദേഹം എഴുന്നേക്കും. 2 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ 3 മണിക്കൂർ അല്ലെ 3 മണി വരെ, 2 മണി തൊട്ട് 3 മണി വരെ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും. അദ്ദേഹം പ്രാർത്ഥിച്ച അദ്ദേഹത്തിന് അന്നത്തെ ദിവസത്തിൽ വഴി നടത്തലും അല്ലെങ്കിൽ അന്നത്തെ ദിവസത്തെ ആലോചനയും അദ്ദേഹം സ്വീകരിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത, ജോൺ വെസ്ലി 2 മണിക്കൂർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചെങ്കിൽ, മാർട്ടിൻ ലൂതർ 2 മണിക്ക് എഴുന്നേറ്റ് 3 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ചെങ്കിൽ, നിങ്ങളോട് അങ്ങനെയൊന്നും ഈ കാലഘട്ടത്തിൽ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ പ്രഭാതത്തിൽ സൂര്യാസ്തമയത്തിന് മുമ്പേ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. അല്ലേ? ദാവീദ് പറഞ്ഞു ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമെന്ന്. അത് നിങ്ങൾ 2 മണിക്ക് 3 മണിക്ക് ഒന്നും എഴുന്നേക്കാൻ ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ഇഷ്ടം പോലെ. ചിലര് അർദ്ധരാത്രി എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 1 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ, 2 മണിക്ക് പ്രാർത്ഥിക്കുന്നവർ, 3 മണിക്ക് പ്രാർത്ഥിക്കുന്നവരുണ്ട്, 4 മണിക്ക് പ്രാർത്ഥിക്കുന്ന, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നവർ അന്നും ഇന്നും ഒക്കെ ഉണ്ട്. അതെ, അതിലൊരാൾ നിനക്കാകാൻ കഴിയുമോ? ഹല്ലേലൂയ. ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ഹല്ലേലൂയ, ഉദയത്തിന് മുമ്പ് എഴുന്നേറ്റ് ദൈവത്തിന് മുട്ടുമടക്കാൻ തയ്യാറായാൽ, മാർട്ടിൻ ലൂതറിനെ പോലെ ജോൺ വെസ്ലിയെ പോലെ ദൈവത്തിന്റെ മാധുര്യമേറിയ ശബ്ദം നിനക്ക് കേൾക്കുവാൻ കഴിയും. ഹല്ലേലൂയ. രക്തം ചെയ്യും. അങ്ങനെ നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഹല്ലേലൂയ. ദൈവഗീതം മനസ്സിലാക്കുവാൻ ഹല്ലേലൂയ സമയം വളരെ ഉപയോഗപ്പെടുത്തണം. ഹല്ലേലൂയ. ദൈവഹിതം നമുക്ക് മനസ്സിലാക്കണമെങ്കിലേ ഒരുപാട് സമയം നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. അല്ലേ? ഇന്നത്തെ മനുഷ്യന്റെ ജീവിതത്തിന്റെ പരാജയം എന്താണ്? പ്രാർത്ഥിക്കാനൊരു സമയമില്ല, വേദപുസ്തകം ധ്യാനിക്കാൻ സമയമില്ല, ദൈവമായുള്ള കൂട്ടായ്മയ്ക്കും ദൈവമായുള്ള സംസർഗത്തിനും ദൈവത്തോട് സംസാരിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും മനുഷ്യന് സമയമില്ലാതെ വന്നതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബങ്ങൾക്കകത്ത് ശാപങ്ങൾ നിറഞ്ഞത്, പാപങ്ങൾ പെരുകിയത്, കുടുംബങ്ങൾ തകരാൻ തുടങ്ങിയതിന്റെ കാരണം എന്താണ്? ദൈവസന്നിധി കാത്തിരിക്കുവാൻ അവർക്ക് സമയമില്ല. എന്നാൽ ദൈവസന്നിധി കാത്തിരിക്കുന്ന ഭക്തന്മാരെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ദൈവത്തിനൊക്കെ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എത്ര ക്ഷീണാവസ്ഥയിൽ കിടന്നാലും, എത്ര താമസിച്ച് കിടന്നാലും, ഞാൻ വെളുപ്പിനെ 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കും.
അത് ഞാൻ ശീലിച്ചു പോയ ഒരു കാര്യമാണ്. അതെനിക്ക് മാറ്റാൻ കഴിയത്തുമില്ല. എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥന ആരംഭിക്കുന്ന എൻ്റെ ജീവിതത്തിനകത്ത് ഒരു ദിവസം അത് കുറഞ്ഞു പോയാൽ അന്നേ ദിവസം എനിക്ക് ഭയങ്കര വിഷമവും സങ്കടമായിരിക്കും. എൻ്റെ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയല്ലോ എന്ന് ഓർത്താൻ വളരെ ദുഃഖി. അങ്ങനെ പോകാറില്ല. അഥവാ അങ്ങനെ സംഭവിച്ചാൽ അത് വല്ല ആശുപത്രി സംബന്ധമായ വിഷയങ്ങൾ വന്നെങ്കിൽ മാത്രമേ അങ്ങനെ നഷ്ടപ്പെടാറുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ പ്രഭാത പ്രാർത്ഥന ഉദയത്തിനു മുമ്പേ എഴുന്നേറ്റുള്ള പ്രാർത്ഥന ഞാൻ മുടക്കിക്കളയത്തില്ല. എന്നാൽ ജീവിതത്തിന്റെ നിലനിൽപ്പ് അതാണ് പ്രിയരെ. വെളുപ്പിനെ എഴുന്നേറ്റ ദൈവശബ്ദം കേൾക്കുക, ആ മാധുര്യമേറിയ ശബ്ദം കേൾക്കുക. മറിയ നല്ല അംശം തന്നിൽ നിന്ന് അപഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ നല്ല അംശം മറിയ തെരഞ്ഞെടുത്തതുപോലെ, ആദിമസഭയിലെ വിശുദ്ധന്മാർ തെരഞ്ഞെടുത്തതുപോലെ ഞാനും തെരഞ്ഞെടുക്കുവാൻ തയ്യാറായതാണ് എൻ്റെ ജീവിതത്തിന്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഈ ലോകത്തിൽ വളരെ പ്രൗഢഗംഭീരമായ ആഡംബര ജീവിതം നയിക്കുവാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അത് ദൈവം തരുന്നെങ്കിൽ നിങ്ങൾ ചെയ്തു. പക്ഷേ ദൈവസന്നിധിയിൽ വചനം കേൾക്കുവാനുള്ള സമയം നീ തിരഞ്ഞെടുക്കണം. രക്തം ചെയ്യാം. ഇന്നത്തെ കഷ്ടം എന്നൊക്കെ പറഞ്ഞ പ്രാർത്ഥനയില്ലാതായി പോയതാണ്. അപ്പം ദൈവഹിതം മനസ്സിലാക്കുവാൻ വളരെ സമയം ഉപയോഗപ്പെടുത്തണം. കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നില്ലെങ്കിൽ ആ സമയം ഉപയോഗശൂന്യമായി മാറും. അല്ലേരിയ. നാം കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്താലും അത് പ്രയോജനപ്പെടത്തില്ല, ഉപയോഗശൂന്യമായി മാറും. അല്ലേരിയ. സ്തോത്രം. അല്ലേരിയ. നീ ഒരു ബലഹീനനെ പോലെ കാണപ്പെടാൻ സാധ്യതയുണ്ട്. അല്ലേരിയ. ഇത് മാർട്ടിൻ ലൂതർ ബെസ്ലിയൊക്കെ പറഞ്ഞ കാര്യങ്ങളാ. ഞാൻ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവർത്തനങ്ങളെല്ലാം ഉപയോഗശൂന്യമായി മാറും, ഞാനൊരു ബലഹീനനെ പോലെ ആയി മാറുമെന്ന് അവര് പറഞ്ഞതാ. അത് എത്രയും യാഥാർത്ഥ്യമാണ് മാതാവേ പിതാവേ. അതെ, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ, നീ ദൈവത്തോട് ആലോചന ചോദിക്കാതെ നീ എന്ത് ചെയ്താലും ഉപയോഗശൂന്യമായി മാറും. നീ ബലഹീനനെ പോലെയായി മാറും. നമുക്ക് ചിലരൊക്കെ ചില ബിസിനസ്സുകളൊക്കെ തുടങ്ങും. തുടങ്ങും. അത് തുടങ്ങുന്നതും അടയ്ക്കുന്നതും എല്ലാം ഒരുപോലെ ആയിരിക്കും. ഉദ്ഘാടനവും സമാപനവും എല്ലാം ഒരുപോലെ. അതിനെക്കുറിച്ച് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ കാലഘട്ടം ഒരുപാട് ഹോട്ടലുകൾ അവിടെ ഇവിടെയൊക്കെ തുടങ്ങി. എങ്ങോട്ട് നോക്കിയാലും ഹോട്ടലുകളാണ്. കാരണം ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പുതിയ പുതിയ ആഹാരങ്ങളും പുതിയ സാധനങ്ങൾ വറുത്തുപൊരിച്ച് റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടല്ലോ. അപ്പോഴത്തെ ജനമെല്ലാം അങ്ങോട്ട് ഇടിച്ചു കയറി വീട് പട്ടിണി കിട്ടിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് പറഞ്ഞാൽ പണിയെടുക്കുന്ന പൈസകൾ മുഴുവൻ ഹോട്ടലുകാർ പിടിച്ചു മേടിക്കുക, അല്ലെങ്കിൽ വീട്ടിനകത്ത് പട്ടിണി ചെയ്യുക പലരുടെയും എന്ന് പറഞ്ഞ പോലെ. അങ്ങനെ ഹോട്ടലുകൾ പലതും തുറന്നതും അടച്ചതും ഒക്കെ ഒരുപോലെ. പലതും തുറന്നു പലതും അടച്ചു. ചിലതൊക്കെ നിലനിൽക്കുന്നുണ്ട്. അല്ലേരിയ. എന്നെ കേൾക്കുന്ന പ്രശ്നയ്ക്ക് നീ ഏത് കാര്യം ചെയ്യുമ്പോഴും ദൈവത്തോട് ആലോചന ചോദിക്കണം. അല്ലേരിയ. ദൈവത്തോട് ആലോചന ചോദിച്ച് നീ നിന്റെ പ്രവൃത്തിക്ക് ഇറങ്ങിയില്ലെങ്കിൽ അതെല്ലാം ഉപയോഗശൂന്യമായി മാറി നീ ഒരു ബലഹീനനായി മാറും എന്ന് പറയാൻ നീ ഒരു കടക്കണിയിലേക്ക് പോകും. അല്ലേരിയ. അത് നമ്മൾ ലോകപ്രകാരം ഇതുപോലെ തന്നെയാണ് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം, ദൈവഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം. നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആലോചന ചോദിച്ച് ദൈവശബ്ദം കേട്ട് മാത്രമേ നീ ഏതൊരു കാര്യവും തുടങ്ങാവുള്ളൂ. അല്ലേരിയ. അല്ലാതെ നീ തുടങ്ങിയാൽ അതെല്ലാം പരാജയമായി മാറും. അങ്ങനെ ദൈവഭക്തന്മാരുടെ ഇടയിലും ചിലത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് പകലെന്നെ കേൾക്കുന്ന നമുക്ക് മുമ്പിൽ കടന്നുപോയി അനവധി പ്രാർത്ഥന വീരന്മാരുണ്ട്. അവരെല്ലാം ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. രക്തം ചെയ്യും. അല്ലേരിയ. അപ്പം പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. സാഹചര്യം മുഴുവൻ ബാബേൽ പ്രവാസത്തിൽ കിടക്കുകയാ. അവിടെ നമുക്കൊരു മോചനം ആവശ്യമാണ്. അല്ലേരിയ. പ്രവാചകൻ ചോദിക്കുക, മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് കൊണ്ടുവന്നത് പോലെ നീ ഞങ്ങളെ ഇവിടുന്ന് വിടുവിക്കയില്ലയോ? അല്ലേരിയ. മിസ്രയീമിൽ നിസ്രാജനത്തെ വിടുവിച്ചത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, കണ്ണ് കണ്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. അതേ പ്രവാചകന്റെ ആത്മാവിൽ നിറയപ്പെട്ട വാക്കുകളാണ്. വേദനയോടെ പ്രാർത്ഥിക്കുക. അതേ മാതാവേ പിതാവേ, നീ ദൈവത്തിന് കണ്ണനോടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ തുടങ്ങും. വീണ്ടും ആ ദൈവത്തിന്റെ വചനം പറയുമ്പോൾ ഒരു ഭക്തൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരുമെന്ന്. ഒരു ഭക്തന്റെ പ്രാർത്ഥനയാണ്.
ഹല്ലേലൂയ. അദ്ദേഹത്തിന് വേറൊന്നും പറയാനില്ല. അദ്ദേഹത്തിന് ഈ ഒറ്റ കാര്യം പറയാനുള്ളൂ: ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാകിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്ന ആ വചനങ്ങൾ, ആത്മാവ്, പരിശുദ്ധാത്മാവ് കൊടുത്ത വചനങ്ങളെ നമുക്ക് സങ്കീർത്തനം 121 ഹല്ലേലൂയ, സങ്കീർത്തനക്കാരൻ എഴുതി തരികയാണ്. ഹല്ലേലൂയ. ഇന്ന് യഹോവയുടെ കാവലും പരിപാലനവും തന്റെ ജനത്തിന് ലഭിക്കുമെന്ന് ആ വാക്യത്തിനകത്ത് കാണാൻ കഴിയും. വചനം പറയുകയാണ്: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. അത് ഈ ഭക്തൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കും പറയാൻ കഴിയണം. നിങ്ങൾക്കും അങ്ങനെ പറയാൻ കഴിയുമോ? ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി യോഗ്യത വരുന്നു. നിന്റെ കാൽ വഴുത്തുവാൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നതും മയങ്ങിയിൽ ഉറങ്ങുകയുമില്ലെന്ന് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉദയത്തിന് മുമ്പേ നീ പ്രാർത്ഥന ചൊല്ലണം. പ്രൈസ് ദി ലോർഡ്. നീ ഉദയത്തിന് മുമ്പേ എഴുന്നേറ്റ് ഈ വചനം ചൊല്ലി നീ പ്രാർത്ഥിച്ചാൽ അതിനകത്ത് അത്ഭുതങ്ങളുണ്ടെന്ന്. ഹല്ലേലൂയ. ദൈവ വചനത്തിനകത്ത് അത്ഭുതമുള്ളത്. അല്ലേ? മനുഷ്യന്റെ വാക്കുകളിലല്ല അത്ഭുതം, മനുഷ്യന്റെ പ്രവൃത്തികളിലല്ല അത്ഭുതം കേട്ടോ. ദൈവവചനത്തിനാണ് അത്ഭുതം. ഹല്ലേലൂയ. ദൈവവചനം നിന്റെ നാവ് കൊണ്ട് നീ എടുത്തു പറയുമ്പോൾ, ദൈവവചനന്റെ നാവുകളിലൂടെ നീ ഉച്ചരിക്കുമ്പോൾ, ദൈവവചനം നീ നാവിൽ കൂടെ സംസാരിക്കുമ്പോൾ, ആ വചനത്തിലൂടെ അത്ഭുതം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പണ്ട് മുതൽ പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. പ്രവർത്തി പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല. അത് ഒരു സ്തോത്രം. ഒരു ദിവസം പോലും ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നില്ലെങ്കിൽ ആത്മീയബലം നഷ്ടപ്പെട്ടവനെ പോലെ കാലിടറി പോകേണ്ടി വരും എന്ന് നിങ്ങൾ ചിന്തിക്കണം. ലേലിയ, അതെന്റെ ഒരു അനുഭവം കൂടെ ഞാൻ പറയുന്നത്. ഒരു ദിവസം പോലും ദൈവത്തിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കാതിരുന്നാൽ കാലിലെറിയതുപോലെ ചില അനുഭവങ്ങൾ വരും. ചെയ്യുന്നതെല്ലാം പരാജയപ്പെടും, നിരാശയും ദുഃഖങ്ങളുമായിരിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ഒരിക്കൽ നിങ്ങൾ കാലിടറി പോകുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ കാറ്റുപോയ ബലൂൺ പോലെ നിങ്ങൾ കാണപ്പെടും. ഹല്ലേലൂയ. കാറ്റുപോയ ബലൂണിന്റെ സ്ഥിതി പറയാ. ബലൂണ് കാറ്റടിച്ച് ഊതി വീർപ്പിച്ച് നിർത്തുമ്പോൾ വളരെ ഭംഗിയാ കാണാൻ. പക്ഷെ അതിന്റെ കാറ്റ് പോയി കഴിഞ്ഞാലോ അത് കാണാൻ യാതൊരു ഭംഗിയുമില്ല. എന്ന് പറഞ്ഞതുപോലെ പ്രാർത്ഥന നിന്റെ ജീവിതത്തിലില്ലെങ്കിൽ കാറ്റുപോയ ബലൂണ് പോലാണ് നിന്റെ ജീവിതം. ഹല്ലേലൂയ. സ്തോത്രം. 2 ദിവസം കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനൊക്കെ നഷ്ടങ്ങൾ. അല്ലയ്യ, ചിലര് ഒരു ദിവസവും 2 ദിവസവും ഒരാഴ്ചയും ഒന്നും പ്രാർത്ഥിക്കാൻ ചിലർക്ക് സമയമില്ല. എന്നാൽ ചില ഭക്തന്മാരോട് ചോദിച്ചാൽ അവർ പറയും, എന്റെ പാസ്റ്റേ, ഒരു ദിവസം 2 ദിവസമൊക്കെ ദൈവത്തിന് പ്രാർത്ഥിക്കാതിരുന്നാൽ അത് കുടുംബത്തിനകത്ത് തന്നെ ഭയങ്കര ക്ഷീണമാണ്, ജീവിതത്തിന് ഭയങ്കര ക്ഷീണമാണ്. പിന്നെ അതിന്ന് കരകയറാൻ ഭയങ്കര പാടാണ്, അവർക്ക് ഭയങ്കര സങ്കടമാണ്. ഹല്ലേലൂയ. അതേ സ്നേഹിത, നീ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം കടന്നു വരാതെ, ഇരുള് കടന്നു വരാതെ കുടുംബാംഗങ്ങളോട് ഒന്നിച്ചിരുന്ന് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. ഹല്ലേലൂയ. അങ്ങനെ നീ ദൈവത്തിനെ കാത്തിരുന്ന് പ്രാർത്ഥിക്കണം. വേറൊരു ഭക്തൻ പറഞ്ഞത് 3 ദിവസം ഞാൻ കാത്തിരിക്കാതെ ദൈവസന്നിധാനത്തെ നിസാരമാക്കിയാൽ ലോകം തന്നെ സ്തോത്രം എനിക്ക് പ്രതികൂലമായി മാറുമെന്ന്. വേറൊരു ഭക്തൻ പറഞ്ഞ, ഞാനൊരു 3 ദിവസം ദൈവസന്നിധി കാത്തിരുന്ന് പ്രാർത്ഥിക്കാതെ വന്നാൽ ഈ ലോകം തന്നെ എനിക്ക് പ്രതികൂലമായി മാറും, അത് തന്നെയല്ല ഞാൻ ബലഹീനനായി മാറുമെന്ന് വേറൊരു ഭക്തൻ പറഞ്ഞതാ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പല ഭക്തന്മാരുടെ ജീവിതാനുഭവങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. ഞാൻ വേറെ ഒരു പുസ്തകം വായിച്ചപ്പോൾ, ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിനകത്ത് കണ്ടു, ഒരു ഭക്തൻ പറയാ, പ്രാർത്ഥിക്കാതിരുന്നാൽ പാപം ചെയ്യേണ്ടി വരുമെന്നാണ്. അത് പ്രാർത്ഥിക്കാതിരുന്നാൽ ജീവിതത്തിനകത്ത് പാപചിന്തകൾ കടന്നു വരും, പാപത്തിന്റെ ഇഷ്ടങ്ങൾ കടന്നു വരും, പാപമോഹങ്ങൾ കടന്നു വരും, ഈ ലോകത്തിന്റെ സുഖങ്ങൾ കടന്നു വരും. പ്രാർത്ഥനയില്ലെങ്കിൽ ആ മനുഷ്യനെ പാപത്തിലേക്ക് പിശാച് വലിച്ചിഴച്ചു കൊണ്ടുപോകും. ഹല്ലേലൂയ. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ പാപം വ്യാപരിക്കും, പാപത്തിന്റെ സ്വാധീന ശക്തി വളരും.
പാപം നിങ്ങളെ അധർമ്മത്തിലേക്ക് കൊണ്ടുപോകും, അത് നിങ്ങളെ ഇരുളിലേക്ക് കൊണ്ടുപോകും, നിന്റെ കുടുംബത്തിനകത്ത് അന്ധകാരം കൊണ്ടുവരും. അല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഭാവിയിൽ കിടക്കുന്ന നിസ്സാജനത്തിന്റെ കണ്ണുനീരുപ്പാൻ അല്ലേലൂയ ആർക്കും കഴിയില്ല. പ്രാർത്ഥനയ്ക്ക് മാത്രമേ കഴിയുള്ളൂ. പ്രാർത്ഥന കൊണ്ട് അത് സാധ്യമാകുള്ളൂ എന്ന് മനസ്സിലാക്കിയ പ്രവാചകൻ സാജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകൻ 64 അധ്യായം അല്ലേലൂയ 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയും. അല്ലേലൂയ. വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുമ്പോൾ ഓരോ ദിവസത്തിനും കർത്താവ് 24 മണിക്കൂർ നമുക്ക് നൽകിയിട്ടുണ്ട്. നിങ്ങൾ സമയത്തിന് ദശാംശം കൊടുക്കുന്നവരാണെങ്കിൽ 2 മണിക്കൂർ 24 മിനിറ്റുകൾ കർത്താവിന് വേണ്ടി നിങ്ങൾ നൽകണം. ഒരേ ദിവസം നമുക്ക് 24 മണിക്കൂർ കർത്താവ് തരുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കും ഒക്കെ ദശാംശം നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാർത്ഥിക്കണം? 2 മണിക്കൂർ 24 മിനിറ്റ് കർത്താവിന് വേണ്ടി നിങ്ങൾ കൊടുക്കണം. ആ സമയത്ത് കർത്താവിന്റെ പാദത്തിൽ കാത്തിരിക്കുന്നതും അവനെ പാടി സ്തുതിക്കുന്നതും അവൻ എന്തു സംസാരിക്കും എന്ന ആകാംക്ഷയുടെ ആത്മീയഘാത തുറന്ന് നിങ്ങൾ ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭാഗ്യമേറിയ അനുഭവത്തിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരും. അല്ലെങ്കിൽ അപ്പൊ ഒരു ദിവസത്തെ എന്റെ ദശാംശം എന്ന് പറയുന്നത് 2 മണിക്കൂർ 24 മിനിറ്റ് നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കണം, വചനം ധ്യാനിക്കണം, പാട്ടുകൾ പാടണം, ദൈവത്തെ സ്തുതിക്കണം, അന്യഭാഷ ദൈവത്തെ സ്തുതിക്കണം, അന്യഭാഷ കിട്ടിയവരൊക്കെ അന്യഭാഷ സ്തുതിക്കണം, അല്ലാത്തവർ സ്തുതി സ്തോത്രങ്ങളെ സ്തുതിക്കണം. അങ്ങനെ നിങ്ങൾ 2 മണിക്കൂർ ദൈവത്തിന് ഇരിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗ്യമേറിയ അനുഭവമായിരിക്കും. അല്ലെങ്കിൽ ആ 2 മണിക്കൂർ 24 മണിക്കൂർ 2 മണിക്കൂർ 24 മിനിറ്റ് നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കുമ്പോൾ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. 24 മണിക്കൂറിന്റെ ദശാംശം നിങ്ങൾ കൊടുക്കണം പ്രാർത്ഥനയായിട്ട്. അല്ലേലൂയ സ്തോത്രം. അപ്പം കൃത്യമായി ദിനംതോറും കർത്താവിന്റെ പാദപീഠത്തിൽ കാത്തിരിക്കുന്നവർ അകത്തെ മനുഷ്യനിൽ അല്ലെങ്കിൽ ബലം പ്രാപിച്ച് ശക്തമായി കർത്താവിന് വേണ്ടി ശോഭിക്കും. അല്ലേലൂയ. ദിനംതോറും ദൈവത്തിന് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ അകത്തെ മനുഷ്യൻ ബലം പ്രാപിക്കും, അവൻ ധൈര്യം പ്രാപിക്കും, അവനൊന്നിനും കുലുങ്ങി പോകുകയില്ല. അതുകൊണ്ട് കർത്താവ് നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാൾ സമ്മതിക്കില്ലെന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നത് പോലെ നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവമുണ്ട്. അല്ലേലൂയ. ഉടനെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അനേകർ നേരങ്ങളെയും നാളുകളെയും പ്രതാവാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ വന്നലയടിക്കുമ്പോൾ മാത്രം കർത്താവിനെ അന്വേഷിക്കുന്നവരുണ്ട്. അനവധി ആളുകൾക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, പക്ഷെ അവരിന്ന് പ്രാർത്ഥിക്കാതെ എന്ത് ചെയ്യും? പ്രശ്നങ്ങൾ വരുമ്പോൾ, കടക്കണി വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, ദുഃഖം വരുമ്പോൾ, രോഗം വരുമ്പോൾ, അപ്പോഴാണ് പലരും ദൈവമുഖം അന്വേഷിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്ഥിതികൾക്കൊരു മാറ്റം നൽകിയിട്ട് നീ ദൈവത്തിനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകണം. അല്ലെങ്കിൽ നിനക്ക് പ്രശ്നം വരുമ്പോൾ മാത്രമല്ല നീ കർത്താവിനെ കാണേണ്ടത്, പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ. പ്രശ്നങ്ങൾ വരുന്നതിന് മുമ്പേ നീ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ പൗലോസ് പറയുന്നത് പോലെ നമുക്ക് പറയാൻ കഴിയും, എന്റെ ദൈവമോ അല്ലേലൂയ, എന്റെ ദൈവമോ സ്തോത്രം നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം യേശുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പൗലോസ് പറഞ്ഞ പോലെ പറയാൻ കഴിയും. ഫിലിപ്പിയർ 4:19 വായിച്ചാൽ മതി. അവിടെ നിങ്ങളുടെ ദൈവം അല്ലേലൂയ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം എന്ന് പറയുമ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലേലൂയ. ആ കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പിൽ നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അല്ലേലൂയ, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പൗലോസ് പറയുക. എന്ന് പറഞ്ഞാൽ എന്റെ ദൈവം എന്ന പ്രയോഗം പൗലോസിന് ഹൃദ്യമായിട്ടുള്ളതാണ്, അർഹതപ്പെട്ടതുമാണ്. അത് ഒരു ഏറ്റുപറച്ചിലിന്റെ അല്ലെങ്കിൽ സ്തോത്രം അല്ലെങ്കിൽ വാക്കാണ്. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു പോരുന്നവനുമായ ദൈവം എന്നാണ് കപ്പൽ ഛേദത്തിൽ പൗലോസ് പറയുന്നത്. അല്ലെങ്കിൽ ഫിലിപ്പ്യർക്ക് തങ്ങളുടെ ദാരിദ്ര്യത്തിൽ നിന്ന് പൗലോസിനെ സഹായിച്ചു, അതിന് തക്ക തിരിച്ചു തരുവാൻ എനിക്ക് കഴിവില്ലെങ്കിലും എന്റെ ഉടയവൻ നിങ്ങൾക്ക് തിരിച്ചു തരുമെന്നാണ് ഫിലിപ്പി സഭയോട് പൗലോസ് പറയുന്നത്. ഫിലിപ്പി സഭ വളരെ ദാരിദ്ര്യത്തിൽ കടന്നു പോവുകയാണ്. ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന സമയത്ത് പൗലോസിനെ അതിശക്തമായി അല്ലെങ്കിൽ സഹായിച്ചു. പൗലോസിനെ ഫിലിപ്പി സഭ സഹായിച്ചു കഴിഞ്ഞപ്പോൾ പൗലോസ് പറയും, എനിക്ക് തിരിച്ചു തരാൻ കഴിവില്ലെങ്കിലും എന്റെ ഉടയവൻ നിന്നെ സഹായിക്കും, എന്റെ ഉടയവൻ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ ഈ മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവിൽ പൂർണ്ണമായി തീർത്തു തരുമെന്ന് പൗലോസ് ഫിലിപ്പി സഭയെ പറഞ്ഞുറപ്പിക്കുന്ന ശക്തമായ വാക്കുകളാ. അല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, അത് നീ ദൈവത്തിനെ പ്രാർത്ഥിച്ചാൽ
നീ ദൈവത്തിൽ നിലവിളിച്ചാൽ, നീ ദൈവത്തിൽ സമയം ചെലവഴിച്ചാൽ നിന്റെ ബുദ്ധിമുട്ടൊക്കെയും നല്ല തീർത്തു തരുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങളെ മുഴുവൻ പരിഹരിച്ചു നൽകാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. നീ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ നിന്നെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. നിന്റെ ആകുലതകളെ, നിന്റെ വേദനകളെ നീക്കി, നിന്റെ മഹാവ്യാധികളെ, നിന്റെ ഹൃദയത്തെ ദുഃഖിപ്പിക്കുന്ന സകലത്തെ നീക്കി നിന്നെ അനുഗ്രഹിപ്പാൻ യേശു ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നത ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ധനസ്ഥിതിക്ക് ഒത്തവണ്ണം നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുമെന്നാണ്. ദൈവത്തിന്റെ ധനസ്ഥിതിക്ക് അനുസരിച്ച് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന സ്ഥലം പോരാതെ വരുവോളം ഹല്ലേലൂയ സ്വർഗത്തിലെ സകല ആത്മീയനുഗ്രഹത്താലും കർത്താവ് നിന്നെ വിടിവെക്കുമെന്ന് പൗലോസും പറയുന്നു. അപ്പൊ നമ്മൾ പ്രവാചകന്റെ പുസ്തകം വായിച്ചത് എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചത് എന്താണ്? നീ അല്ലാതെ ഒരു ദൈവം ഹല്ലേലൂയ തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല. ഹല്ലേലൂയ, ഗ്രഹിച്ചിട്ടില്ല, കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞു, പ്രാവശ്യം പറയും, പ്രവാസത്തിൽ കിടക്കുന്ന ജനത്തെ വിടുവിച്ചു കൊണ്ടുവരുവാൻ ബാബിലോണിയ പ്രവാസത്തിൽ നിന്ന് ആ ജനത്തെ വിടുവിച്ചു കൊണ്ടുവരാൻ ഇസ്രായേലിന്റെ ദൈവത്തിന് കഴിയുമെന്ന് പ്രവാചകന്റെ പ്രാർത്ഥനയാണ്. ഇസ്രായേൽ ജനത്തെ വിടുവിച്ചിട്ടുണ്ട്, അതുപോലെ വിടുവിക്കുമെന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പോലെ നീ കടന്നു പോകുന്ന സകല പ്രശ്നത്തിൽ നിന്നും നിന്നെ വിടുവിച്ചു കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. ഇന്ന് പകൽ നീ വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം പറഞ്ഞാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആരെങ്കിലും ദുഃഖത്തിന്റെ കണ്ണതിന്റെ പ്രതിസന്ധികൾ നടിയിലൂടെ മാനസികമായ നിരാശയിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ടെങ്കിൽ, സമാധാനമില്ല, സന്തോഷമില്ല, സ്വസ്ഥതയില്ലാതെ നൊമ്പരപ്പെടുന്ന അനുഭവമാണെങ്കിൽ, ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ട ഒറ്റപ്പെട്ട അനുഭവമാണെങ്കിൽ, ജീവിതം തന്നെ തകർന്ന അനുഭവമാണെങ്കിൽ, ഇന്ന് പകൽ എന്നൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുമോ? പ്രവാചകനെ പോലെ വിടിവിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രശ്നങ്ങളെ വിടിവിക്കുന്ന, നിന്റെ പ്രതിസന്ധികൾ വിടിവിക്കുന്ന, നീ കടന്നു പോകുന്ന സകല പ്രതികൂലത്തിനും നിയമപരമായാലും കേസുകളായിരുന്നാലും കോടതി സംബന്ധമായ വിഷയമായിരുന്നാലും, ജീവിതത്തിന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിലായി, തലമുറയുള്ള ബന്ധത്തിലായിരുന്നാലും, നിന്റെ ശാരീരിക മാനസികമായ പ്രശ്നങ്ങളായിരുന്നാലും അതിനകത്ത് നിന്നെ വിടിവിച്ചു കൊണ്ടുപോകാൻ യേശുവിനെ കഴിയും. രക്തം ചെയ്യും. വിശ്വസിക്കുന്നെങ്കിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവിന്റെ കരെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്, കണ്ണുകളടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾ ജനത്തിനു വേണ്ടി പ്രാർത്ഥന. കേരളത്തിൽ 3.25 കോടി ജനം, തലമുറകൾ എണ്ണത്തിൽപ്പെടാത്ത അന്യസ്ഥാന തൊഴിലാളികൾ, ഇന്ത്യയിലെ 140 കോടി ജനത്തിനായി 6 ലക്ഷത്തിലെ ഗ്രാമങ്ങളില് 29 സംസ്ഥാന 7 കേന്ദ്രപ്രദേശങ്ങളായി കർത്താവ് 7 ഭൂഖണ്ഡങ്ങൾ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക് രാജ്യങ്ങളായി 800 കോടി ജനങ്ങൾ, തലമുറകളും എണ്ണത്തിൽപ്പെടാത്ത ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ, വേദനകൾ, ദുഃഖങ്ങൾ നിലവില്ലെന്ന് ഈ ജനത്തെ വിടിവിക്കേണ്ട ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ വില്ലേജ്, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക്, ബ്ലോക്ക്, ജില്ലാ ഭരണ മേധാവികൾ, സംസ്ഥാനങ്ങൾ, രാജ്യങ്ങൾ, രാഷ്ട്രങ്ങളെ ഭരിക്കുന്നവരെ, രാജാക്കന്മാർ, രാജ്യമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടാള മേധാവികൾ, ഗോത്രങ്ങളെ, ദ്വീപുകളെ, ആദിവാസികൾ, ട്രൈബൽ മേഖലയിലായിരിക്കുന്ന ജനത്തെയും അധികാരികളെയും, ഹല്ലേലൂയ, കർത്താവേ, സ്തോത്രം. കടലോരവാസികളെ, തീരദേശവാസികളെ, കർത്താവേ, സ്തോത്രം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥി. മത്സ്യബന്ധനായി കടന്നുപോയിരിക്കുന്നവരെ, കരസേന, വ്യോമസേന, നാവികസേന അധികാരികൾ, എല്ലാവരും ഞങ്ങളുടെ BSCR ബന്ധത്തിൽ കാക്കുന്നവർ, നിയമനിർമ്മാണ രംഗത്തുകൾക്ക് ക്രമസമാധാന പാലക, രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ, പോലീസിന്റെ വിവിധ സെക്ഷൻ, ജുഡീഷ്യൽ വിവിധ വിഭാഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കരയിലും കടലും ആകാശമാർഗം വാഹനോടി യാത്രയും വാഹന സെയിൽസ് ചെയ്യുന്നവർ, ഹല്ലേലൂയ, കൺസ്ട്രക്ഷൻ മേഖല, മെക്കാനിക്കൽ, മോട്ടോർ രംഗത്ത്, യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, എല്ലാ ചെറുതും വലുതുമായ എല്ലാ ടാക്സി ഓട്ടോ സൈഡ് ഡ്രൈവേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ ഖനികളിലും കമ്പനികളും ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നവർ, വലിച്ചതും എല്ലാ വ്യാപാര വ്യവസായികളെയും, എല്ലാ വഴിയോര കച്ചവടക്കാരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഹകരണമേലും, ബുദ്ധിമേൽ, ആരോഗ്യമേലും, വിദ്യാഭ്യാസ, സാമ്പത്തിക മേഖലയിലായിരിക്കുന്ന എല്ലാ ആരോഗ്യമേഖല, ഭാഗ്യമേഖലയിലായിരിക്കുന്നവർക്കായി ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ മത, സാമൂഹ്യ, സാംസ്കാരിക സംഘടന രംഗത്ത്, ജലതമാധ്യ, മീഡിയ, സയന്റിസ്റ്റ്, എഞ്ചിനീയർമാർ, എല്ലാ മത ഭരണപ്രദേശ പാർട്ടികൾക്ക് മാനസാന്തരം കൊടുക്കുവാൻ ദൈവരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ബാല്യത്തിൽ, കൗമാരി, യുവനത്തിലും, വാർദ്ധക്യത്തിലും, നിരാനുഭവത്തിലും, അശന, യാചക, റോപ്പണ, ചോളര്, തടവറയായിരിക്കുന്നവർക്കായി, മദ്യത്തിലും, മയക്കും, പാൻസലകൾ അടിപ്പെട്ട് തീവ്രവാദ, ഭീകര, വർഗീയത അകപ്പെട്ട് കിടക്കുന്നവർ, വിധമായ മാരക രോഗങ്ങളെ ഭാരം, പ്രശ്നം, കൊളസ്ട്രോളിനെ ഭാരപ്പെട്ട്, ശരീരം, ക്യാൻസർ ഭാരപ്പെടുന്ന സർജറിക്കായി വിധേയപ്പെട്ടവർ, സർജറിക്കായി കിടക്കുന്നവർ, ജന്മനാ വൈകല്യമുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധമായ പ്രതിസന്ധികൾ കടന്ന് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരെ എല്ലാം കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. ദേശരാജ്യത്ത് കഷ്ടം സഹിക്കുന്ന, നാട്ടിൽ കടന്നു കഴിയാതെ ഭാരം, മണലാടിന് കഷ്ടം സഹിക്കുന്നവർ, സാലറി കിട്ടാതെ ഭാരം, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ, അല്ലെങ്കിൽ വിദേശത്തേക്ക് കടന്നു ആഗ്രഹിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ, ഹല്ലേലൂയ,
ഏൽപ്പിക്കുക. വിസ നഷ്ടപ്പെട്ടവരുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട് ജയിലിൽ കിടക്കുന്നവരുണ്ട്, ആമയ്ക്ക് മദ്യത്തിനുമായി അടിമപ്പെട്ടവരുണ്ട്, വിദേശ പീഡനൊരു സൗരന്മാരുണ്ട്. എല്ലാം കർത്താവ് വിടിവിക്കണം. ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുന്നു. ബാബിലോണിയ പ്രവാസത്തിൽ കിടന്ന് ജനത്തെ വിടിവിച്ചൊരു ദൈവമേ, ഈ ജനത്തെ വിടിവിച്ചു കൊണ്ടുവരാൻ പ്രാർത്ഥിക്കുകയാണ്. തലമുറകൾ പാപത്തിലേക്ക് നീങ്ങുമ്പോൾ, ശാപത്തിലേക്ക് നീങ്ങുമ്പോൾ അന്ന് ജനത്തെ വിടിവിക്കുന്ന ഞങ്ങൾ ദൈവങ്ങൾ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവേ, അങ്ങനെ വാർത്തമെടുക്കണമേ. കേരളത്തിന്മാർ വിദേശ രാജ്യത്ത് കർത്താവിന് വേലയെ സ്നേഹിച്ച് കടന്നുപോയിരിക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരുടെ കുടുംബങ്ങൾ തലമുറകളെ ഓർക്കുകയാണ്. കർഷകരുടെ കിടക്കുന്നവർ, ജയിലിൽ സുവിശേഷമായി ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർക്ക് ഹല്ലേലൂയ വിടുതൽ കൊടുക്കണം. തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ ദൈവം സന്ദർശിക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സുവിശേഷ വിരോധികളെ, ദൈവമില്ല എന്ന് പറയുന്ന മൂടന്മാർ, നിരീശ്വരവാദി, യുക്തിവാദികളെ ആമേൻ ദൈവം സന്ദർശിപ്പാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകലത്തിനും ദൈവത്തിന്റെ നീതിയുള്ള കരം വെളിപ്പെടുവാൻ അങ്ങനെ കരങ്ങളിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർ, നിരാശപ്പെട്ടവർ, കുടുംബജീവിതം തകർന്നവർ, കുടുംബജീവിതത്തിൽ ആമേ വേദനകൾ അനുഭവിക്കുന്നവർ, ആമേ വിവിധമായ കേസുകളാൽ കുടുംബജീവിതത്തിൽ ബന്ധത്തിൽ ആമേ കുടുംബ കോടതിയിൽ കെട്ടിക്കിടക്കുന്ന ലക്ഷക്കണക്കിന് കേസുകൾ എല്ലാത്തിനും കർത്താവ് ആമേ പരിഹാരം കൊടുക്കണമേ. തലമുറയില്ലാതെ ഭാരപ്പെട്ട, ഭവനമില്ലാതെ ഭാരപ്പെട്ട, കടപ്പാട്ടിൽ കടന്നു പോകുന്നവർ എല്ലാ ജീവിതം ഒരു വിടുതൽ. രാജ്യത്തെ പ്രവാസികൾ കൊണ്ടുവന്ന ദൈവം, മടക്കി കൊണ്ടുവന്ന ദൈവം ഈ ജനം അനുഭവിക്കുന്ന സകല പ്രതിസന്ധികൾക്കും അവരുടെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾക്ക് ഒരു ആശ്വാസം കൊടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സകല മഹത്വം എടുക്കണം യേശു ക്രിസ്തുവിന്റെ വിളിയേറെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.